ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മിൽക്ക് ഷേക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാംഗോ മസ്താനി. മാമ്പഴവും ഐസ്ക്രീമും ചേർത്തുണ്ടാക്കുന്ന ഈ മിൽക്ക് ഷേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇതൊരു ഗ്ലാസ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മാറും. ഗസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ നമുക്ക് മാംഗോ മസ്താനി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ മാമ്പഴം ഇതേപോലെ പഴുത്തത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അൽഫോൺസോ മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്കത് കിട്ടിയില്ല. ഞാനിവിടെ ഒരു ഗ്ലാസ് നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രോസൺ മിൽക്ക് ആയാലും എടുത്താൽ മതി. ഇനി നമുക്ക് ഐസ്ക്രീം വേണം. ഞാനിവിടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുള്ളത്. വാനില ഐസ്ക്രീമിൻ്റെ പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് മാംഗോ ഐസ്ക്രീം ആയാലും മതി. ഇനി നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന പഴുത്ത മാമ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രോസൺ മിൽക്ക്, അതായത് ഫ്രീസറിലിട്ട് തണുപ്പിച്ച് നല്ല കട്ടയാക്കിയ പാലായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീം അല്ലെങ്കിൽ മാംഗോ ഐസ്ക്രീം ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ പകരമായിട്ട് നമുക്ക് ഹണി ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നല്ല പഴുത്ത മാമ്പഴമൊക്കെ ആയതുകൊണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മാംഗോ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഈ മിൽക്ക് ഷേക്കിന്. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് മാങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ സൈസ് നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ പീസസ് വേണമെങ്കിൽ വലിയ പീസസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു പീസസ് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കാഷ്യൂ നട്ട്സ്, അതേപോലെ തന്നെ പിസ്ത, ബദാം, ഇതെല്ലാം ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്കതിന് മുകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് മാത്രം. നട്ട്സും അതേപോലെ തന്നെ കോൺഫ്ലേക്സ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ മാംഗോ മസ്താനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.